അബ്രോഡ് MBBS അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് ഈജിപ്ത്. ഈജിപ്തിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. കൈറോ യൂണിവേഴ്സിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. QS വേൾഡ് റാങ്കിംഗ് പ്രകാരം കൈറോ യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റാങ്കിംഗ് വരുന്നത് 350 ആണ്. ഇന്ത്യയിൽ ഈ കാറ്റഗറിയിൽ 500-നകത്ത് വരുന്ന യൂണിവേഴ്സിറ്റികൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിംഗ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല മെഡിസിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ തന്നെ 164-ാം റാങ്കിങ്ങിലാണ് QS വേൾഡ് റാങ്കിംഗ് പ്രകാരം കൈറോ യൂണിവേഴ്സിറ്റി വരുന്നത്. അക്കാഡമിക്കലി ഈ യൂണിവേഴ്സിറ്റി എത്രത്തോളം വലിയ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് നമുക്ക് ഈ റാങ്കിംഗ് കൊണ്ട് തന്നെ മനസ്സിലാവും. ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ കാര്യങ്ങൾ ബൃഹത്തായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമതായിട്ട് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിവേഴ്സിറ്റി NMC അപ്രൂവ്ഡ് ആയിരിക്കണം. NMC അപ്രൂവൽ വേണം എന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ഓഫ് റൂൾസ് പറയുന്നുണ്ട്. ആ റൂൾസ് എല്ലാം പാലിക്കുന്ന ഒരു കോളേജാണ് കൈറോ യൂണിവേഴ്സിറ്റി. കോഴ്സ് 54 മാസമുണ്ട്. അതിനുശേഷം നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോഴ്സ് നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. മാത്രമല്ല നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈജിപ്തിലെ ലൈസൻസ് കിട്ടാവുന്ന ഒരു സംവിധാനവും നിലവിലുണ്ട്. കൈറോ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത് 7 വർഷമാണ്. എങ്ങനെയാണ് 7 വർഷം വരുന്നത് എന്ന് പല പാരൻസും ചോദിക്കാറുണ്ട്. നോർമലി NMC നിർദ്ദേശിക്കുന്നത് 5 വർഷത്തെ കോഴ്സും അല്ലെങ്കിൽ 4.5 വർഷത്തെ കോഴ്സും 12 മാസത്തെ ഇന്റേൺഷിപ്പും 5.5 വർഷം അല്ലെങ്കിൽ 6 വർഷമാണ് NMC നിർദ്ദേശിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് കൈറോ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഈജിപ്തിൽ പൊതുവെ 7 വർഷം വരുന്നത് എന്ന് പാരന്റ്സ് അന്വേഷിക്കാറുണ്ട്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ NMCയുടെ റൂൾസിൽ പെട്ടതാണ്. നമ്മൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നമുക്ക് ലൈസൻസ് കിട്ടണം എന്നുള്ളത്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5 വർഷം കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പും കഴിഞ്ഞാൽ തന്നെ കോഴ്സ് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഈജിപ്ത് നമുക്ക് ലൈസൻസ് തരുന്നത് 2 വർഷം ഇന്റേൺഷിപ്പ് എടുത്തവർക്ക് മാത്രമാണ് നമുക്ക് ലൈസൻസ് തരുന്നത്. അത് ഇന്ത്യൻ എംബസി അവർ ഇറക്കിയിട്ടുള്ള പ്രത്യേക കുറിപ്പിൽ ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൈറോ യൂണിവേഴ്സിറ്റിയിൽ മലയാളികളും ഇന്ത്യൻസ് അല്ലാത്ത ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസും പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ഫീസ് വരുന്നത് 2025-26 വർഷങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം $8,000 ആണ്. $8,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.25 ലക്ഷം രൂപയായിരിക്കും ആവറേജ് നമുക്ക് പ്രതിവർഷം ഫീസ് വരിക. പിന്നെ ടോട്ടൽ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് 7 വർഷം ഈജിപ്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 55 ലക്ഷം രൂപയുടെ ബജറ്റ് വരും. അപ്പോൾ ഈ ബജറ്റ് ഉള്ളവരാണ് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ വലിപ്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1.25 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. നിങ്ങൾ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നതെങ്കിൽ 2026 വർഷം അഡ്മിഷൻ എടുക്കുന്നവർ 200-ാമത്തെ ബാച്ച് ആയിട്ടായിരിക്കും കൈറോ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈജിപ്തിലെ പൊതുവെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ടയർ 1-ൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. 5 യൂണിവേഴ്സിറ്റികളാണ് അവർ ടയർ 1 കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. കൈറോ, ഐൻ ഷംസ്, അലക്സാൻഡ്രിയ, മൻസൂറ, അസ്യൂത്ത്. ഇങ്ങനെ 5 യൂണിവേഴ്സിറ്റികളാണ് മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അവിടെ ടയർ 1-ൽ പെടുത്തിയിട്ടുള്ളത്. ഈ ടയർ 1-ൽ പെട്ടിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഒരേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് വേണ്ടത്. നമുക്ക് 75% മാർക്കാണ് വേണ്ടത്. ഏതെങ്കിലും നമ്മുടെ SLC-ലോ +2-ലോ ഉള്ള 75% അല്ല നമുക്ക് കണക്കാക്കുന്നത്. മറിച്ച് ടോട്ടൽ 8 വിഷയമാണ് അവരെടുക്കുന്നത്. +2-ൽ നിന്ന് 5 വിഷയം, 10ാം ക്ലാസ്സിൽ നിന്ന് 3 വിഷയം. ഈ 8 വിഷയത്തിന്റെ ആവറേജിൽ 75% ഉണ്ടെങ്കിലാണ് നമുക്ക് കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പറ്റുക. ഒരു വിഷയത്തിൽ 51 മാർക്കിൽ, അതായത് C+ എങ്കിലും ചുരുങ്ങിയത് കിട്ടണം. 51 മാർക്കിൽ താഴെ വരാൻ പാടില്ല. അതായത് C+ഓ അതിന് മുകളിലോ വേണം. ഇങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റുക. ടോട്ടലി നമുക്ക് ഈ 8 വിഷയത്തിന്റെ +2-ൽ നിന്ന് നമ്മൾ എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എടുക്കാം, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. പൊതുവെ ഈ 5 വിഷയങ്ങളാണ് നമ്മൾ +2-ൽ നിന്ന് എടുക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മളെ മദർ ടങ്, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ അറബിക് ഇങ്ങനെ തുടങ്ങിയുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു 3 സബ്ജക്റ്റ് കൂടി നമ്മൾ എടുക്കും. ഇങ്ങനെ ടോട്ടൽ 8 വിഷയത്തിന്റെ ആവറേജിൽ 75% വരണം. അപ്പോഴാണ് നമുക്ക് കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പറ്റുക. ഈ പറഞ്ഞ 8 വിഷയത്തിൽ ഒരു വിഷയത്തിൽ 51 മാർക്കിൽ താഴെ അല്ലെങ്കിൽ C+ന് താഴെ ഉണ്ടാവാനും പാടില്ല. ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിവേഴ്സിറ്റിയും നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് തരുന്നില്ല. മറിച്ച് ഈജിപ്തിന്റെ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ നടത്തുന്ന സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് സിസ്റ്റം വഴിയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. കൈറോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ റാങ്കിംഗ് ഉള്ള, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന, അതായത് അറബ് രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. സോ അവിടെ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾ എത്രത്തോളം നേരത്തെ അപ്ലൈ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഞങ്ങളുടെ എഡ്യൂകോളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എപ്പോൾ വന്നാൽ പോലും ഞങ്ങൾക്ക് പ്രസ്തുത യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് എടുത്ത് തരാൻ വേണ്ടി സാധിക്കും. പക്ഷേ എത്രയും നേരത്തെ നിങ്ങൾ എടുക്കുന്നോ അത്രയും സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കും. കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ള ഒരു 55 ലക്ഷമെങ്കിലും ഈ 7 വർഷത്തിനിടക്ക് ചെലവഴിക്കാൻ കഴിയുന്ന പാരന്റ്സ് ആണ് മക്കളെ കൈറോ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടത്. മാത്രമല്ല നമ്മൾ പല രാജ്യത്തും MBBS പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ ആ രാജ്യങ്ങൾ
രാജ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒട്ടുമിക്ക രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളുടെ വരുമാനത്തെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഈജിപ്ത് എന്ന് പറഞ്ഞ രാജ്യം അങ്ങനെയല്ല. അവർക്ക് ഓൾറെഡി വളരെ സ്ട്രിക്റ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സ്ട്രക്ചറും സിസ്റ്റവും അവരുടെ രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് വിദേശ വിദ്യാർത്ഥികളുടെ വരുമാനത്തെ ആശ്രയിച്ചിട്ടല്ല അവർ ഒരിക്കലും ജീവിക്കുന്നത്. അതുകൊണ്ട് കൈറോ യൂണിവേഴ്സിറ്റിയിലൊന്നും വെറുതെ പഠിച്ച് പാസ്സാക്കി വിടുന്ന ഒരു സമ്പ്രദായം നിലവിലില്ല. നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു എബോ ആവറേജ് സ്റ്റുഡൻസിന് പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന സിലബസ് അല്ല കൈറോ യൂണിവേഴ്സിറ്റിയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും കൗൺസിലിംഗ് വേളയിലും നമ്മൾ നിരന്തരം കുട്ടികളോട് പറയാറുണ്ട്, അതായത് നിങ്ങളുടെ ഒരു നല്ല പെർഫോമിംഗ് സ്റ്റുഡന്റ് ആണെങ്കിൽ അന്നാന്ന് എടുക്കുന്ന വിഷയം അന്നാന്ന് പഠിക്കാൻ കഴിയുന്ന അത്രത്തോളം പഠനത്തോട് കമ്മിറ്റ്മെന്റും അതിനോട് താല്പര്യമുള്ള കുട്ടികൾ മാത്രം ഈ കൈറോ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി. അല്ലാതെ അവർക്ക് നമുക്ക് ഈജിപ്തിൽ തന്നെ വേറെ യൂണിവേഴ്സിറ്റികൾ സജസ്റ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അത്രയും ബ്രില്യന്റ്, അതായത് ഒരു എബോ ആവറേജ് സ്റ്റുഡൻസ് കൈറോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് താഴെയുള്ള കുട്ടികളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 75% മാർക്ക് ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് അഡ്മിഷൻ എടുത്ത് തരാൻ കഴിയും. പക്ഷേ അവിടെ പഠിച്ച് നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. ചിലപ്പോൾ ചില പ്രത്യേക കാരണങ്ങളാൽ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടാവും, അവർക്ക് ഈ കേസ് ബാധകമല്ല. നോർമലി ഒരു 75% മാർക്ക് കറക്റ്റ് താഴെ വരുന്ന കുട്ടികൾക്ക് എന്തായാലും കൈറോ യൂണിവേഴ്സിറ്റി പഠിച്ച് പാസ്സാവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കൈറോ യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൈറോ യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ട എല്ലാവിധ അക്രഡിറ്റേഷൻസും ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് സ്വാഭാവികമായിട്ടും നമ്മൾ പരിശോധിക്കുന്നത് NMCന്റെ അക്രഡിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. NMC പറയുന്ന എല്ലാ റൂൾസും കൈറോ യൂണിവേഴ്സിറ്റി പാലിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസ് ആയിട്ടുള്ള WFME, അതുപോലെ ECFMG തുടങ്ങി നമുക്ക് ഏത് കൺട്രിയിൽ വർക്ക് ചെയ്യാനുള്ള എല്ലാ അക്രഡിറ്റേഷൻസും കൈറോ യൂണിവേഴ്സിറ്റി പാലിക്കുന്നുണ്ട്. അത് നമ്മൾ ഇനി വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾസിലായാലും യൂണിവേഴ്സിറ്റിന്റെ USMLEയുടെ വെബ്സൈറ്റിലായാലും എവിടെ പോയി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിക്ക് എല്ലാവിധ അക്രഡിറ്റേഷൻസും ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാര്യം ഇത്രയും വലിയ വേൾഡ് റാങ്കിങ് ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്തായാലും അക്രഡിറ്റേഷൻസ് ഇല്ലാതിരിക്കില്ല. US ഒരു കുട്ടി പഠനം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് ECFMG അക്രഡിറ്റേഷൻ ആണ്. ഈ ECFMG അക്രഡിറ്റേഷൻ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സ്കൂൾസ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുക, അതിനകത്ത് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് സ്പോൺസർ നോട്ടിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ഈ USML എഴുതാൻ അക്രഡിറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് കൈറോ യൂണിവേഴ്സിറ്റിക്ക് വേണ്ട എല്ലാവിധ അക്രഡിറ്റേഷൻസും നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ ഫീസിന്റെ വിഷയം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു ഫീസും കോസ്റ്റുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ടോട്ടലി നമുക്ക് വരുന്നത് ഒരു 55 ലക്ഷം രൂപ ബജറ്റ് ഉള്ളവർ മാത്രമാണ് കൈറോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഫീസ് ആയിട്ട് വരുന്നത് 2025-26 വർഷങ്ങളിലൊക്കെ വന്നിരുന്നത് $8,000 ആണ്. ഈ വർഷവും $8,000 തന്നെ ആയിരിക്കും നമ്മുടെ പ്രതീക്ഷ. $8,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 7.25 ലക്ഷം രൂപയായിരിക്കും നമുക്ക് ഫീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 സ്പ്ലിറ്റ് ആയിട്ട് അടയ്ക്കാം. സെപ്റ്റംബറിൽ ഒരു സ്പ്ലിറ്റ്, അതുപോലെ ഫെബ്രുവരിയിൽ ഒരു സ്പ്ലിറ്റ്. അങ്ങനെ $4,000 വെച്ചിട്ട് പകുതിയായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 15,000 മുതൽ 20,000 രൂപ വരെ. നമുക്ക് ഒരിക്കലും കൈറോ യൂണിവേഴ്സിറ്റിയിലെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അല്ല വരുന്നത്, മറിച്ച് നിങ്ങൾ പോകുന്ന ഏജൻസി അറേഞ്ച് ചെയ്യുന്ന അപ്പാർട്ട്മെന്റിലായിരിക്കും നിങ്ങൾക്ക് അക്കോമഡേഷൻ വരിക. നോർമലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്പാർട്ട്മെന്റിൽ 2 കുട്ടികൾ എന്നുള്ള രീതിയിൽ 3 BHK അപ്പാർട്ട്മെന്റിൽ ടോട്ടൽ 6 കുട്ടികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ടാവുക. അതിനകത്ത് എല്ലാ ഫെസിലിറ്റീസും, കുക്കിങ്ങിനുള്ള ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, AC തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും അതിനകത്ത് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ടോട്ടൽ കോസ്റ്റ് നമുക്ക് വരുന്നത് ഏകദേശം ഒരു 8,000-9,000 രൂപ ആയിരിക്കും നമുക്ക് താമസത്തിന് വരിക. അതേ ഒരു എമൗണ്ട് നമ്മൾ ഫുഡിനും കാണുകയാണെങ്കിൽ ഒരു 18,000 രൂപ ഒക്കെ മാസത്തിൽ നമുക്ക് ചെലവ് വരും. അപ്പൊ ടോട്ടലി 7.25 ലക്ഷം രൂപ ഫീസായിട്ടും ഒരു 2 ലക്ഷം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കാണുകയാണെങ്കിൽ കൈറോ യൂണിവേഴ്സിറ്റിയിൽ സുഖമായിട്ട് പഠിച്ചു പോകാം. എന്തായാലും കൈറോ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് നോർമലി ഇതേ ഫീസാണ് വരുന്നത്. പിന്നെ ഇന്റേൺഷിപ്പിന്റെ വർഷങ്ങളിൽ നമുക്ക് ഫീസ് വരുന്നത് ഏകദേശം നമ്മൾ എത്രയാണോ വാർഷിക ഫീസ് അതിന്റെ പകുതി ആയിരിക്കും നമുക്ക് ഇന്റേൺഷിപ്പ് ഫീസിന്റെ സമയത്ത് വരിക. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. യൂണിവേഴ്സിറ്റിയും സംവിധാനങ്ങളൊക്കെ വളരെ ഇൻഫ്രാസ്ട്രക്ചറും സംവിധാനങ്ങളും ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു മുംബൈ പോലത്തെ സിറ്റി, അതുപോലെ 2 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റിയുടെ ഒരു സംവിധാനങ്ങളെ അവിടെ കാണുള്ളൂ. എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ ഇന്ത്യ പോലെ ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൈറോ യൂണിവേഴ്സിറ്റി. സോ ഈ കൈറോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5,000 ബെഡ് അവിടെ വരുന്നുണ്ട്. മാത്രമല്ല ഏകദേശം 10,000 പേഷ്യൻസ് ഒരു ദിവസം ഈ കൈറോ യൂണിവേഴ്സിറ്റിന്റെ ഹോസ്പിറ്റൽസിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും, നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമുക്ക് പേഷ്യൻസിനെ കാണാൻ കഴിയുന്നത്, അതുപോലെ നമുക്ക് കൈറോ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ഈ പേഷ്യൻസിനെ കാണാൻ കഴിയും. കെഡാവറും അവൈലബിൾ ആണ്. സോ കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. കൈറോ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറ്റൻഡൻസ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ മാത്രമേ നമുക്ക് ലാബ് അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻസിൽ മാത്രമേ അവർ അറ്റൻഡൻസ് എടുക്കുള്ളൂ. നോർമലി ലെക്ചർ ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡൻസ്
അറ്റൻഡൻസ് എടുക്കില്ല. സോ അതുകൊണ്ട് പഠനത്തോട് സെൽഫായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടത്. കാര്യം ഒരു സെൽഫ് സ്റ്റഡി മോഡാണ് കൈറോ യൂണിവേഴ്സിറ്റിയുടെ സ്ട്രക്ചറും സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. സെൽഫ് സ്റ്റഡി മോഡാണ്. കുട്ടികൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാൻ പറ്റിയ നല്ല യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞതുപോലെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റിന് പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റി അല്ല. അന്നാന്ന് എടുത്ത വിഷയങ്ങൾ അന്നാന്ന് കവർ ചെയ്യാൻ താല്പര്യമില്ലാതെ കളിച്ചു നടക്കാൻ പറ്റുന്ന കുട്ടികൾക്കും തിരഞ്ഞെടുക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റി അല്ല കൈറോ യൂണിവേഴ്സിറ്റി. അതുകൊണ്ടാണ് കൈറോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇത്രയും ഡിമാൻഡിൽ വരുന്നത് ഈ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ എഡ്യൂക്കോളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കൈറോ യൂണിവേഴ്സിറ്റി. അവർ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആയിട്ട് നമ്മുടെ നിരവധി സ്റ്റുഡൻസ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഡ്മിഷൻ പേപ്പർ കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും ഈജിപ്തിൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ് നമുക്ക് മെഡിക്കൽ അതുപോലെ വിസ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കൺട്രിയിൽ സുഖകരമായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ ഫിനിഷ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ എഡ്യൂക്കോളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിരവധി വിദ്യാർത്ഥികൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ അങ്ങനെ വിവിധ വർഷങ്ങളായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ടോ ഈ നമ്പറുമായിട്ടോ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു എക്സ്പീരിയൻസോടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോർമലി ഒരു ഏജൻസിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് 1 month ആയിരിക്കും. അഡ്മിഷന്റെ ഒരു 1 month ആയിരിക്കും നോർമലി ഉള്ള ഏജൻസികൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരിപൂർണ്ണ സമയത്തെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. കാര്യം നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ തീർച്ചയായിട്ടും ഈജിപ്തിൽ ഉണ്ടാവും. സോ അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കുട്ടികളെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. കൈറോ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ നോർമലി അഡ്മിഷൻ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്കോളർഷിപ്പിന് കൂടി അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ പരിഗണിക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഫീസും കൊടുക്കാതെ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ കൈറോ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട്. പക്ഷേ അത് കിട്ടില്ല അത്ര എളുപ്പമല്ല. 90% മാർക്കും കുറച്ച് ലക്കും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സ്കോളർഷിപ്പ് കിട്ടുക. സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. മാത്രമല്ല നമുക്ക് മന്ത്ലി ചെറിയൊരു പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് വളരെ റെയർ ആണ്. ഒരു അത്യാവശ്യം മാർക്കും നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള കുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. മനാൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിയുമായിട്ട് സ്കോളർഷിപ്പിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം ചാനലിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ട്, വളരെ ജെന്യൂൻ ആയിട്ട്, വളരെ കുറഞ്ഞ ചിലവിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂക്കോളിങ്ങിനെ കോൺടാക്ട് ചെയ്യുക. കാര്യം എഡ്യൂക്കോളിങ്ങിൻ്റെ കുട്ടികൾ അഡ്മിഷൻ എടുത്ത 1 വർഷമൊക്കെ കഴിഞ്ഞ 2 വർഷമൊക്കെ കഴിഞ്ഞ കുട്ടികൾ സംസാരിക്കുന്ന അവരുടെ അനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ പേജുകളിൽ കാണാൻ പറ്റും. സോ ഞങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് ഈ അഡ്മിഷൻ പ്രൊസീജിയറിന് മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ ജേണിയെ കൂടെ നിൽക്കുന്ന, അതിനെ വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്ന ഒരു ഏജൻസിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.